രസം ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു കുഞ്ഞ കപ്പ് മല്ലി, പിന്നെ നമ്മൾ ഒരു പിടി ജീരകം, ഒരു പിടി വെളുത്തുള്ളി, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചതച്ചെടുക്കണം. പിന്നെ കുരുമുളകും കൂടെ ചതച്ചെടുക്കുക. പിന്നെ തക്കാളി വേറെ തന്നെ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വഴറ്റുക. പച്ചച്ചോയ മാറിയ ശേഷം നമ്മുടെ തക്കാളി ചതച്ചത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് ഉപ്പ് ഇടുക. ഉപ്പിട്ട ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കണം. പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞ് സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കണം. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, കാരണം നമ്മൾ മല്ലി ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിലോട്ട് കായം ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് പൗഡറായിട്ടുള്ള കായമാണുള്ളത്. നിങ്ങൾക്ക് ഏത് കായം വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ലാസ്റ്റ് ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. സൂപ്പറാവും.